ഹരിച്ചേട്ടാ, നമസ്കാരം. 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 ഹരിച്ചേട്ടാ, നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ഒരു ഭീകരൻ, കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രധാന പ്രതിയാണ് ഭാഷ. അയാൾ ജയിലിലായിരുന്നു. അയാൾ ഇപ്പോൾ അടുത്ത ദിവസം മരിച്ചുപോയി, കഴിഞ്ഞ ഒരു ദിവസം മരിച്ചുപോയി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു 58-60 ആൾക്കാർ കൊല്ലപ്പെട്ട ഒരു ബോംബ് സ്ഫോടനമാണ്, അല്ലെങ്കിൽ ബോംബ് സ്ഫോടന പരമ്പരയാണ് കോയമ്പത്തൂരിൽ നടന്നത്, അല്ലേ? ആ സ്ഫോടന പരമ്പര നടത്താൻ ആസൂത്രണം നടത്തി, ഗൂഢാലോചന നടത്തി ആ സ്ഫോടനം നടത്തിയ ഒരു സംഘത്തിലെ പ്രധാനപ്പെട്ട ആളാണ് ഭാഷ. ഈ ഭാഷ മരിച്ചപ്പോൾ തമിഴ്നാട് സർക്കാർ, തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ഒക്കെ വലിയ അനുശോചനം, വലിയ നഷ്ടമുണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ കുറ്റവാളിയുടെ, അങ്ങനെ തന്നെ പറയണം, ആ കുറ്റവാളിയുടെ ഈ അന്തിമ സംസ്കാര ചടങ്ങുകൾ, നമ്മുടെ ഈ എന്താ പറയേണ്ട മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുന്ന അവസരത്തിൽ 100 കണക്കിന് ആൾക്കാർ അതിൽ പങ്കെടുത്തു. ആ പരേതാത്മാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് പങ്കെടുത്തു. ഇതെന്താണ് വാസ്തവത്തിൽ ഈ ഭാഷ നടത്തിയ കൊടും ക്രൂരത, അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ, ഇതെല്ലാം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഇതെന്താണ് ഇക്കാര്യം വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടേക്കാണ്? പ്രശാന്ത്, തീർച്ചയായിട്ടും അത് വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ടത്. അതായത് ഈ കാശ്മീരിലൊക്കെ ഒരു തീവ്രവാദി, അവന്റെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായ ഒരു തീവ്രവാദി ഒരു 3 മാസം തൊട്ട് 2.5 കൊല്ലത്തിലധികം വരെ ജീവിച്ചിരിക്കാറില്ല. ഇതാണ് പൊതുവെ പറയുന്നത്. കാരണം അതിനുള്ളിൽ അവരെ സെക്യൂരിറ്റി ഏജൻസീസ്, അതായത് സൈന്യം, CRPF അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലീസ്, ഇവരുൾപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വെടിയേറ്റിയാൽ കൊല്ലപ്പെട്ടിരിക്കും. പക്ഷെ ഈ ഭാഷ ഏതാണ്ട് 30 കൊല്ലത്തോളം അയാളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ യാതൊരു തടസ്സവും ഇല്ലാതെ കോയമ്പത്തൂർ നടത്തി. അവിടെയെല്ലാം ഭീതി ജനിപ്പിച്ചു, സമൂഹത്തെ മുഴിപ്പിച്ചു, സാമൂഹിക ക്രമത്തെ അട്ടിമറിച്ചു. അയാൾ ഒരു മേൽപ്പടിയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വാർദ്ധക്യകാലത്ത് സ്വാഭാവികമായി മരിച്ചു. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ 1983 തുടങ്ങിയ ഒരു ക്രിമിനൽ ജീവിതം, അലിയാർ എന്ന് പറയുന്ന ഒരു കോയമ്പത്തൂരെ ഒരു തീവ്രവാദ നേതാവിന്റെ സഹായിയായി കൂടിയ വിറക് കച്ചവടക്കാരനും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമായിരുന്ന ആ ഭാഷ പിന്നീട് അലിയാരെ തന്നെ ഒരു പുറയിലോട്ട് അരക്കാക്കിയിട്ടാണ് ഇയാളുടെ തീവ്രവാദ നേതൃത്വം വളരുന്നത്. കാരണം അലിയാർ പിന്നെ ആരും അല്ലാതെ, പിന്നെ ആർക്കറിയാം അലിയാരെ കുറിച്ച്? ഇന്ന് ലോകം, അതായത് ഇന്ത്യ മുഴുവൻ ഭീതിയോടെ കൂടി ഓർക്കുന്ന ഒരു പേരാണ് SA ഭാഷ എന്ന് പറയുന്നത്. ആ ഭാഷയുടെ മരണം കഴിഞ്ഞിട്ട് വിലാപയാത്രയിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. ശരിയായ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടത്, ഇയാളുടെ ദുഷ്പ്രവർത്തികളുടെ, ദുഷ്ചെയ്തികളുടെ ഫലമായി കൊല്ലപ്പെട്ട നിരവധി, കോയമ്പത്തൂർ സ്ഫോടന കേസിൽ 50-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു 1998. അത് ഇയാളുടെ ക്രിമിനൽ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. അങ്ങനെയുള്ള ഭരിക്കുമ്പോൾ ഇത്രയധികം വരുന്ന ഒരു ജനക്കൂട്ടം ആദരപൂർവ്വം അയാളുടെ വിലാപയാത്ര. ഇതെന്താ, പിന്നെ നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് കിട്ടുന്ന പോലെ ഒരു ആദരവാണല്ലോ ഇയാൾക്ക് കിട്ടിയത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹം ശരിക്കും പരോളിൽ വെളിയിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. പരോളിൽ ഇറങ്ങുന്ന വ്യക്തികൾക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കോടതി ഇടപെട്ടില്ലല്ലോ. ഇതൊക്കെ നിയമപരമായിരുന്നു. എനിക്ക് സംശയമുണ്ട്. അതായത് ഇതിനകത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചത് അത് മാത്രമല്ല, തമിഴ്നാട് DMKയുടെ ഓർഗനൈസേഷൻ സെക്രട്ടറി ആയ ഇളങ്കോവൻ, അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നോ ഇങ്ങനെ ഒരു പിന്നെ വലിയ എല്ലാ ഉപചാരങ്ങളും ഓടുകൂടി നടത്തിയ വിലാപയാത്രയും അതുപോലുള്ള ഒരു മരണാനന്തര ചടങ്ങുകളും ഇത് നിയമത്തിന് വിധേയമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരിച്ചു കഴിഞ്ഞ ഒരാളുടെ ഒരു വിലാപയാത്ര നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? അത് അവരുടെ അവകാശമല്ലേ. പിന്നെ BJP അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഘാതകന്റെ ദിനത്തിൽ ഇതുപോലെ
ഘോഷയാത്രകൾ നടത്തും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. ആ. ഈ ഭാഷ മുഖ്യ ആസൂത്രകനായിരുന്ന കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ആ. കൊല്ലപ്പെട്ട 50-ലധികം ആൾക്കാരുടെ ആത്മാക്കൾ, അവർക്ക് നീതി വേണ്ടേ? തീർച്ചയായും. എന്റെ ഒരു ചോദ്യം ഇതാണ്. അവരും തമിഴന്മാരല്ലായിരുന്നു, തമിഴ്നാടിന്റെ മക്കളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭീകര പ്രവർത്തനങ്ങളിൽ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളുണ്ട്. അതെ. മനസ്സിലായോ? അതായത് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ വളരെ പ്രശസ്തയായ ഒരു മുസ്ലിം ഫോട്ടോഗ്രാഫർ കൊല്ലപ്പെട്ടു, സ്ത്രീ. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഞാന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ എസ് എ ഭാഷയുടെ ക്രിമിനൽ ജീവിതത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ. എസ് എ ഭാഷ അയാളുടെ ക്രിമിനൽ ജീവിതം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞ 1983-ലാണ്. അതെ. അന്ന് ബി ജെ പിയുടെ, അതായത് മുൻ ജനസംഘ നേതാവും ബി ജെ പിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളുമായ ജനാ കൃഷ്ണമൂർത്തി ഉൾപ്പെടെ 5 പേർ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരെ കാറിൽ നിന്നും വലിച്ചിറക്കി, അവരെ വെട്ടി പരിക്കേൽപ്പിച്ച്, ഭാഗ്യം കൊണ്ട് അവർ മരിച്ചില്ല. അതിൽ മരണം വരെയും ആ പരിക്കുകളുടെ പരിണത ഫലങ്ങൾ അനുഭവിച്ച് ദുരിതം അനുഭവിച്ച ഒരു വ്യക്തി തമിഴ്നാട്ടിൽ ബി ജെ പി നേതാവ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് ഗണേശൻ എന്നാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്കാണ് അദ്ദേഹത്തിന്റെ തുടക്കം. അതിനുശേഷം 1987-ൽ ഹിന്ദു മുന്നണി നേതാവായിരുന്ന രാമഗോപാലിനെ മധുരൈ റെയിൽവേ വലിച്ചിറക്കി അദ്ദേഹത്തിനെ ഭീകരമായി ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ തലയുടെ ഒരു ഭാഗം തകർന്നുപോയി. അത്ര ഭീകരമായ ആക്രമണം നടന്നു. 1992-ലാണോ 93-ലാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല. RSSന്റെ മദ്രാസ് ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബിട്ട് നശിപ്പിച്ചു. 12ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് അദ്ദേഹം 1989-ൽ കോയമ്പത്തൂരിലെ രണ്ടോളം BJP RSS നേതാക്കന്മാരെ അദ്ദേഹം കൊന്നിരുന്നു. അദ്ദേഹം നേരിട്ട് പങ്കെടുത്ത ഓപ്പറേഷനാണ്. അതിൽ അദ്ദേഹത്തിന്റെ അനുയായികളായാണ് കൊന്നിരുന്നത്. ഈ 98 ആയപ്പോഴേക്കും ഭാഷ സ്ഥാപിച്ച അല്ലുമ്മ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും കർണാടകത്തിലും അതിന് വേരുകളുണ്ടായി. നമ്മൾ ആലോചിക്കേണ്ടത്, അബ്ദുൾ നാസർ മദനി കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹത്തിന്റെ പങ്കും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഒരുപക്ഷെ തെളിയിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം. ജയിലിൽ കിടക്കുമ്പോഴും ഭാഷ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ഉണ്ടെന്നാണ് പിന്നെ പോലീസിന്റെ ആരോപണം. ആ സ്ഫോടന കേസിൽ ആണ് മദനി ഇന്ന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഭാഷ ഇനിയും ഞാൻ പറയാതിരിക്കാൻ വയ്യാത്ത ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു 2018-ലാണെന്ന് തോന്നുന്നു, ഉക്കടത്ത് വെച്ച് ഫാറൂഖ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു യുക്തിവാദി അദ്ദേഹത്തിനെ ഭീകരമായിട്ട് കൊലപ്പെടുത്തിയത് ആരാണ്? അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഒരു സംഘം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാഷ എന്ന് പറയുന്നത് ഹിന്ദുക്കളെയോ RSSകാരെയോ മാത്രം കൊന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന് മതമൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അദ്ദേഹം തികഞ്ഞ ഭീകരവാദിയായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ ഇതിൽ പറയാനുള്ളത്, ശരിക്കും ഭാഷ എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തിയല്ല ഞാൻ കാണുന്നത്, ഭാഷയ്ക്ക് കിട്ടിയ പിന്തുണയാണ് ഭാഷ എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാടിനെ വിറപ്പിക്കാനുള്ള കാരണം. ഈ മരണഘോഷയാത്ര പോലും, ഈ വിലാപ ഘോഷയാത്ര പോലും ഇതാണ് ഒരു സൂചനയാണ്. അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭാഷയുടെ പ്രവർത്തന കേന്ദ്രം കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം തുടങ്ങിയ തമിഴ്നാടിന്റെ വികസനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന കേന്ദ്രങ്ങളാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവിടെയാണ് ഇയാൾ ഭീതി വിതച്ചത്. വലിയ വ്യവസായങ്ങളുള്ള സ്ഥലമാണ്. അതെ, ചോദിക്കും. വലിയ വ്യവസായങ്ങളുള്ള പ്രദേശമാണ് ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ച പ്രദേശങ്ങളെല്ലാം. അവിടെയാണ് ഈ ഭാഷയുടെ പ്രവർത്തന കേന്ദ്രം. അവിടെ വലിയ തോതിൽ ഇയാൾ ഭീതി വിതച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. പറഞ്ഞോളൂ. അതായത് അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. തമിഴ്നാട്ടിൽ BJPയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും പിന്നെ കന്യാകുമാരി ജില്ലയാണ്. ആ കന്യാകുമാരി ജില്ല കഴിഞ്ഞാൽ പിന്നീട് BJPയുടെ മറ്റൊരു ശക്തി കേന്ദ്രമാണ് കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളും. ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ തമിഴ്നാട്ടിൽ ശരിക്കും പിന്നെ കന്യാകുമാരി ജില്ലയിൽ മലയാളം സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു പിന്തുണയാണ് BJPക്ക് പലപ്പോഴും ഗുണകരമാവുന്നത്. പക്ഷെ കോയമ്പത്തൂർ പരിസര പ്രദേശങ്ങളിലും തമിഴ്നാട്ടിലെ ഏറ്റവും പ്രമുഖ സമുദായമായിട്ടുള്ള ശൈവ വെള്ളാള ഗവർണർമാരുടെ പിന്തുണ അത് BJPക്ക് കിട്ടുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ശരിക്കും ഭാഷ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രദേശത്ത് ഭീഷണിപ്പെടുത്തിയിട്ട് തമിഴ്നാട്ടിൽ BJPയുടെ വളർച്ചയെ തടയുക, തമിഴ്നാട്ടിൽ ഹിന്ദു
മറ്റ് സമുദായങ്ങളെ ഭീഷണിപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു BJP പോലും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഈ രീതിയിൽ ഒരു വിലയിരുത്തല് എങ്ങും നടന്നിട്ടില്ല. ഭാഷ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ വെറും ഒരു ഭീകര പ്രവർത്തകൻ മാത്രമല്ലായിരുന്നു, ആരുടെയോ പിണിയാളായിരുന്നു. DMK ഉൾപ്പെടെയുള്ള ദ്രാവിഡ കക്ഷികൾ ഭാഷയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു പ്രോക്സി ആയിരുന്നു. നമ്മൾ പറയും ഇറാന്റെ അജണ്ട നടപ്പാക്കുന്ന പ്രോക്സികൾ ആയിരുന്നു ഹെസ്ബള്ളയും അതുപോലെ തന്നെ അതെ, അതെ. ഹുതികളും ഒക്കെ. ഹൂതികളും അതുപോലെ ഒരു അതെ. പ്രോക്സി ആയിരുന്നു ഇദ്ദേഹം. ആ പ്രോക്സി എന്നുള്ള ജോലി അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര കാലം ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇളങ്കോവനെ പോലെയുള്ളവർ മരിക്കുമ്പോഴും ഭാഷയ്ക്ക് പിന്തുണ കൊടുത്തിരുന്നത്. ഭാഷ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, അയാളുടെ രാഷ്ട്രീയ യജമാനന്മാർ പറയുന്നത് അതേപടി അയാൾ പ്രവർത്തിച്ചു. അനുസരിക്കും. സമൂഹത്തിൽ ഭീതി വിതച്ചു. തമിഴ്നാടിനെ മാത്രമല്ല തെക്കേ ഇന്ത്യയെ മുഴുവൻ അദ്ദേഹം വിറപ്പിച്ചു. ഇവിടെ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ പിന്നെ ബാനറിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു പരിപാടി അവിടെ ഉണ്ട്. അവിടെ പിന്നെ ഗണേശനെ പിന്നെ ഹിന്ദു ഭഗവാന്മാരെ മുഴുവനും അധിക്ഷേപിക്കുന്ന വേദികളുണ്ട്. ഇത്തരം വേദികളിൽ കയറി നിന്ന് പ്രസംഗിച്ചായിരുന്നു ഭാഷയുടെ തുടക്കം. അതിന് അദ്ദേഹത്തിന് വേദി ഒരുക്കി കൊടുത്തത് ആരാണെന്ന് വെച്ചാൽ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വളർച്ചയിലും ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ഒരു പങ്കുണ്ട് എന്നതിനാണ് നമുക്ക് ഈ പിന്നെ പൊതു രംഗത്തുള്ള മറ്റു പല അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്കും ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ അദ്ദേഹത്തിനുള്ള സമീപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾക്ക് ഇയാളുടെ വളർച്ചയിൽ പങ്കിട്ടെന്ന് തന്നെ. അപ്പോൾ ഒരു ഭാഷയോടുകൂടി അത് അവസാനിക്കുന്നില്ല. അടുത്ത ഭാഷയെ ഇത് ഒരുക്കി നിർത്തിയിരിക്കുകയായിരിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു പ്രശാന്ത്? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ സത്യമാണ്. ഇതിൻ്റെ ഈ പറയുന്ന ഭീകരത മുമ്പിൽ നമ്മൾ ദർശിക്കുന്നത് ഭീകരതയാണ്, മതഭീകരതയാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ദ്രാവിഡ കക്ഷികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അവർ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാകാതിരിക്കാനും അതിനെ BJP വളരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്, നമ്മൾ രാഷ്ട്രീയം അല്ല പറയുന്നത്, അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. BJP ആണെങ്കിലും DMK ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചെല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പല ഗൂഢാലോചനകളും നടത്തി പല പദ്ധതികളും നടപ്പാക്കും. അതിൻ്റെ ഒരു കയ്യാളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപകരണമാണ് ഭാഷ. ഒപ്പം മതഭീകരതയും കൂടി. ഇത് രണ്ടും ചേർന്നപ്പോൾ ഭാഷ ഒരു വലിയ അപകടകാരിയായ വ്യക്തിയായി മാറി. അത് എന്തായാലും ഭാഷയുടെ മരണത്തോടുകൂടി ആ ഒരു അധ്യായം അവസാനിച്ചു. പക്ഷേ രാഷ്ട്രീയക്കാർ, മതഭീകരവാദികൾ പുതിയ പുതിയ അധ്യായങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. എന്തായാലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ ജാഗ്രതയോടെ പ്രവർത്തിച്ച് ഇതിനൊരു അവസാനമുണ്ടാക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കൂ. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി.